ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ്. എന്താണെന്നറിയാമോ, ഞാനൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ നമ്മളെയൊക്കെ വീട്ടിൻ്റെ അവിടെ ഏറ്റവും കൂടുതൽ പറയുന്നത് മര്യാദയ്ക്ക് പഠിച്ചോളണം, പഠിച്ചില്ലെങ്കിൽ പെട്ടെന്ന് കല്യാണം കഴിച്ച് വിടുമെന്ന് പറയും. ഈ കല്യാണം കഴിച്ച് വിടും എന്ന് പറയുന്ന കാര്യം കേട്ടിട്ട് അത് വേണ്ടെന്നുള്ള രീതിയിൽ പഠിക്കുന്ന കുട്ടികളെ എനിക്കറിയാം. പഠിക്കാൻ താല്പര്യമില്ലെങ്കിലും ഇരുന്ന് പഠിക്കും, കാരണം കല്യാണം കഴിച്ച് വിടുമോ എന്നുള്ള പേടിയിൽ. അന്നത്തെ കാലത്ത് 18 വയസ്സിൽ കല്യാണം കഴിക്കും, 19 വയസ്സിൽ കല്യാണം കഴിക്കും എന്ന് പറഞ്ഞാൽ അങ്ങും ഇങ്ങും മാത്രം കേൾക്കുന്ന കാര്യങ്ങളായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്നത് 17 വയസ്സിൽ കല്യാണം കഴിക്കുന്നു, 18 വയസ്സ് തികയുന്നതിൻ്റെ അന്ന് കല്യാണം കഴിക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകളാണ്. ഞാൻ ഈ ഒരു വിഷയം പറഞ്ഞു വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം പിടികിട്ടും. അപ്പം അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റുകൾ ഇടണം. അപ്പോൾ ഞാൻ ഇന്ന് വരുന്നത് സോഷ്യൽ മീഡിയ ഇളകി മറിഞ്ഞ ഒരു വാർത്തയായിട്ടാണ് ഗൈസ്. കാരണം ഈ വാർത്ത വന്നതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ വേറെ വീഡിയോസ് ഞാൻ കാണുന്നില്ല. സോഷ്യൽ മീഡിയ ആകെ സ്തംഭിച്ചിരിക്കുവാണ്. ഇവരെ റോൾ മോഡലാക്കി സോഷ്യൽ മീഡിയ കുത്തി നിറച്ച് ജീവിക്കാനിരിക്കുന്ന ആൾക്കാർക്ക് വളരെ വളരെ സങ്കടപ്പെടുന്ന വാർത്ത. ഞാൻ ആ വാർത്ത നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. കുറെ പേര് കാര്യം അറിയാതെ എന്നെ കൊണ്ട് ഒരു ബ്ലോഗ് ഇടുന്നു പറയുന്നുണ്ട്. അപ്പൊ ഞാനിപ്പോ ആ കാര്യങ്ങൾ മൊത്തം നിങ്ങളെ കൊണ്ട് പറയുവാണ്. ഈ പ്രശ്നമെന്ന് വെച്ചാൽ ഞാനും വിഷ്ണുവായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇങ്ങനൊരു ആടെ പേരിൽ. പക്ഷെ അന്ന് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഇവനാണെങ്കിൽ എല്ലാരെ കൊണ്ടും പറഞ്ഞു നടന്ന് ഞാനും അവനും അങ്ങനെ ഒരു കുറച്ച് ബന്ധമുണ്ട്, അങ്ങനെ ഉണ്ട്, ഇങ്ങനെ ഉണ്ടെന്ന് എന്തോ ഒരു ചുമ്മാ ഇതാക്കിയതാണ്. പക്ഷെ എല്ലാരെ കൊണ്ടും പറഞ്ഞു നടന്നു. ഇനി പറയാൻ പറ്റാത്ത ആരുമില്ല. എന്നിട്ട് അവസാനം നീ എനിക്ക് വേണ്ട, അവന്റെ കൂടെ തന്നെ പൊയ്ക്കോ. പിന്നെ അവൻ പറഞ്ഞൊരു വോയിസ് ഉണ്ട്, ഇത് കേട്ടാ നിനക്ക് തന്നെ മനസ്സിലാവും. നീ നോക്കിക്കോടാ കുണ്ണ, എനിക്ക് എന്തൊക്കെ വേണം അതൊക്കെ നോക്കിക്കോ. അവിടെ എല്ലാം യൂസ് കഴിഞ്ഞു, നീ കുറച്ച് യൂസ് ചെയ്ത് നടക്കും. ഈ വോയിസ് നിങ്ങൾ തന്നെ കേട്ടാ അവൻ ഇത്രയൊക്കെ പറഞ്ഞതാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾ പറയും ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ? ഇങ്ങനെ ഇത്രയും കഞ്ചാവൊക്കെ അടിച്ച് ഇങ്ങനെ ഇത്രയും ഉപദ്രവിക്കുന്ന ആളെ കൂടെ നിൽക്കണോ നിൽക്കേണ്ടത്? ഇത് സ്നേഹമാണോ എന്ന് മനസ്സിലാവുന്നത്. കഞ്ചാവ് അടിച്ചിട്ട് ആ തോന്നുന്നൊരു റിയാക്ഷനാണ് അവനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന മൊത്തത്തിൽ. ഇനി നിങ്ങൾ തന്നെ പറയും, നിങ്ങളാണ് എല്ലാം തീരുമാനിക്കേണ്ടത്. നമ്മളാരടി നിന്റെ കുഞ്ഞമ്മയെ കൊച്ചിച്ചോ തീരുമാനിക്കേ? അല്ല, എനിക്ക് മനസ്സിലാവണില്ല. ഈ കൊച്ചു അവസാനം പറയണേ നിങ്ങളെ എന്നെ തീരുമാനിക്കണമെന്ന്. ഇനി ഞാനൊക്കെ തീരുമാനം എടുക്കണോ? എൻ്റെ പൊന്നപ്പി, എനിക്കിതിനെക്കുറിച്ചൊന്നും ഒരു തീരുമാനം അറിഞ്ഞൂടാ. ഈ സാധനങ്ങളെ ഞാൻ കാണുന്നത് ഇൻ്റർവ്യൂവിലാണ്. വെറൈറ്റി മീഡിയയോ ഏതോ മസ്താനി നടത്തിയ ഇൻ്റർവ്യൂവിലാണ് ഞാൻ കാണുന്നത്. അന്ന് തന്നെ എനിക്ക് തോന്നി ഇതെന്തൊരു സാധനം, ഇത് എന്തൊരു ഇതിനെക്കാട്ടിയൊക്കെ എത്രയോ എത്രയോ ഭേദം. അല്ലെങ്കിലും നമ്മുടെ റെനാസുനയെ നമുക്കൊരു സ്ഥലത്ത് ഇരുത്താനെങ്കിലും പറയാൻ പറ്റും, പ്രാരാബ്ധ കൊച്ചുങ്ങൾക്ക് വേണ്ടി. എന്തിനു വേണ്ടി? ഓ എൻ്റെ പൊന്നെ, ഈ പെങ്കൊച്ചു എന്ന് പറയുന്നത് ഇതാരാണെന്ന് നിങ്ങൾക്കറിയാലോ. ഇവള് വന്ന് പറയുന്നത് വിഷ്ണു അമ്മയ എന്ന് പറയുന്ന ഒരു 2 പേരാണ്. ഇതിൽ ഈ അമ്മയ എന്ന് പറയുന്ന പെൺകുട്ടിയാണ്. ഇവളെന്തോ പ്രഗ്നൻ്റ് എന്തോ ആണ്. അപ്പോൾ ഇവളെ കല്യാണം കഴിച്ച ചേട്ടൻ പറയുന്നത്, ചേട്ടനെന്ന് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ചേട്ടനൊന്നും അല്ല, ഇപ്പം സ്കൂളിൽ കൊണ്ടിരുത്തി കുളിപ്പിച്ച് സ്കൂളിൽ കൊണ്ടിരുത്തിയ 2 എണ്ണത്തിനെയും കൂടെ 9ാം ക്ലാസ്സിൽ ഇരുത്തുക, അത്ര പ്രായമുള്ളൂ. അവൻ്റെ കൂട്ടുകാരനുമായിട്ടാണ് അവൻ നടന്നത്. ആ കൂട്ടുകാരനെ എവളും തമ്മിൽ അവിഹിതമായി. എവളെ വയറ്റിൽ കിടക്കണ കൊച്ച് അവൻ്റെതാണ്. ഫുൾ അവിഹിതം, സ്വാഭാവികം, അങ്ങനെയല്ലേ വരുള്ളൂ. അപ്പം ഇവൻ കഞ്ചാവാണ് എന്നൊക്കെയാണ് ഇവള് പറയുന്നത്. കഞ്ചാവാണ്, അതുകൊണ്ട് എനിക്കിനി ജീവിക്കാൻ പറ്റത്തില്ല. എനിക്ക് അതൊക്കെ ശരിയല്ലേ, അതൊക്കെ നിങ്ങളെ ഇഷ്ടം. നിങ്ങൾ കഞ്ചാവോ, നിങ്ങൾ വേറെ നല്ല കാര്യങ്ങളോ, നിങ്ങൾ എന്തോ ആയിക്കോട്ടെ. അവസാനം നിങ്ങൾ തീരുമാനിക്കാൻ പറയണത് എവിടുത്തെ ന്യായം? ഞാനിനി ഇതിന് തീരുമാനിക്കാൻ നാട്ടിൽ വരണോ? എനിക്ക് അതിനൊന്നും പറ്റൂല. പിന്നെ തീരുമാനിക്കേണ്ടത് ഞങ്ങളല്ല, നീയും അല്ല, നിന്റെ പാരൻസും അല്ല. തീരുമാനിക്കേണ്ടത് നിന്നെയൊക്കെ പിടിച്ചിരുത്തി ഇൻ്റർവ്യൂ ചെയ്ത് നീയൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ എന്തോ വലിയ സാധനങ്ങളാണെന്നും പറഞ്ഞ് കുറേ പെൺപിള്ളരെയും ആൺപിള്ളരെയും വഴിതെറ്റിക്കാൻ നടക്കുന്ന ഇൻ്റർവ്യൂ എടുക്കുന്ന ആൾക്കാരാണ് ഇത് തീരുമാനിക്കേണ്ടത്. അല്ലാതെ എൻ്റെ കാഴ്ചപ്പാടിൽ ആരുമില്ല. നിന്നെയൊക്കെ കൊണ്ട് ഒന്നും തീരുമാനിക്കാൻ പറ്റൂല. ഇനി ഇവളുടെ കണവൻ്റെ വാക്കുകൾ കേൾക്കാം. ഏട്ടായിയുടെ വാക്കുകൾ കേൾക്കുന്ന അതാണ് ഇതിനെക്കാട്ടിയും അടിപൊളി. കുറച്ച് ദിവസങ്ങളായിട്ട് അതിന്റെ പ്രശ്നങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വേറൊന്നല്ല, ബ്രേക്കപ്പ് ആകാൻ കാരണം വേറൊന്നല്ല, അവളുടെ കുറച്ച് അനാവശ്യ ചാറ്റും കാര്യങ്ങളും അവളും വേറൊരു റിലേഷൻ ഉണ്ടായിരുന്നു. അതുവഴി തന്നെ ഓരോരോ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഈ വീഡിയോ പറ്റുന്നത് എല്ലാവരും ഷെയർ ചെയ്യണം. വേറൊന്നുമല്ല, എൻ്റെ കയ്യിൽ അത്ര ഫോളോവേഴ്സും കാര്യങ്ങളൊന്നുമില്ല. ആ അക്കൗണ്ടിലാണ് എല്ലാ അക്കൗണ്ട് 2 അക്കൗണ്ട് പാസ്വേഡ് എല്ലാ കാര്യങ്ങളും അവളുടെ അടുത്താണ്. മാക്സിമം ഷെയർ ചെയ്യണേടേ. ഇവൻ്റെ അത്രയ്ക്ക് ഫോളോവേഴ്സ് ഒന്നും ഇല്ല. ഫോളോവേഴ്സൊക്കെ കൂട്ടണം. ആ പെങ്കൊച്ചിട്ട വീഡിയോയ്ക്ക് മില്യൺസ് വ്യൂസാണ്. ഇവനിട്ട വീഡിയോയ്ക്കും കയറി പോകുന്നുണ്ട്. ഇതൊക്കെയാണ് ആൾക്കാർക്ക് വേണ്ടത്. ഇതിലേക്കൊരു കാരണം എന്താണെന്നറിയാമോ?
ഇവരൊക്കെ വിചാരിക്കുന്നത് ഇവരുടെയൊക്കെ ജീവിതം ഈ സോഷ്യൽ മീഡിയയിൽ കൂടി വരുമ്പോൾ ആരുടെ വാശിക്ക്? വീട്ടുകാർ കാണാൻ. ഇതൊക്കെ വീട്ടുകാരെയൊക്കെ കളഞ്ഞിട്ട് വന്ന് നിൽക്കുന്ന ടീമുകളാണ്. ഞാൻ ഇതിലേക്ക് വരാം. ഇതിനു മുമ്പ് അവർക്ക് കുറേ നാൾക്ക് മുമ്പുള്ളൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു മസ്താനിയായിട്ട്. ആ ഒരു ഇന്റർവ്യൂ ഞാൻ കാണിച്ചു തരാം. വിഷ്ണു ജോലിക്ക് പോകണ്ട, ഓക്കെ, വീട്ടിലിരുന്നാൽ മതി. അപ്പൊ ഫുഡൊക്കെ അതൊക്കെ അവനെ ഹെൽപ്പ് ചെയ്യും. ഭക്ഷണം തീർന്നു പോയി എങ്ങനെ വാങ്ങും? ക്യാഷ്, ഒരു മെഡിക്കൽ എമർജൻസി വരാതിരിക്കട്ടെ, വന്നാൽ എന്ത് ചെയ്യും? എന്നാ ഞാൻ എൻ്റെ അമ്മയെ വിളിച്ചു വയ്ക്കും. ഓക്കെ, അമ്മ തന്നില്ലെങ്കിൽ? അമ്മ ഇടയ്ക്ക് തരാറുണ്ട് എനിക്ക്. എല്ലാ നാളും അമ്മേനെ വിളിച്ച് ചോദിക്കും? എല്ലാ നാളും ഞാൻ ഇടയ്ക്ക് പൈസ ഇല്ലാത്തായത് ഞാൻ അമ്മയെ വിളിക്കും. അപ്പം അമ്മ എനിക്ക് ചോദിക്കുന്ന പൈസ കിട്ടുതരും. പിന്നെ എന്തിനു കഷ്ടപ്പെട്ടിട്ടാടി നീ അവനോട് ചോദിച്ചത്? നിനക്ക് നിന്റെ അമ്മയുടെ തന്നെ കഴിഞ്ഞാൽ പോരെ? പൈസയ്ക്ക് ചെലവിന് എല്ലാത്തിലും. പിന്നെ കൂടെ ഒരു ഇത് എന്താണ് നമ്മുടെ ഏട്ടായി കലിപ്പന്റെ കാന്താരി, അവനെ തന്നെ ചിരി വരണം ഇത് കേട്ടിട്ട്. നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു കാര്യം എന്താണെന്നറിയാമോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എൻ്റെയൊക്കെ സമയത്ത് കല്യാണം എന്നൊക്കെ പറയുന്നത് നമുക്ക് വീട്ടിൽ മിണ്ടാൻ പോലും പറ്റത്തില്ലായിരുന്നു. ഒരു 24 വയസ്സൊക്കെ കഴിയാതെ കല്യാണത്തിൻ്റെ പോലും മിണ്ടാൻ പറ്റത്തില്ലായിരുന്നു. ഈ അങ്ങും ഇങ്ങും തെന്നിയും തെറിച്ചാണ് 18 വയസ്സിൽ കല്യാണം കഴിക്കുന്നു. 18 വയസ്സിൽ കെട്ടിക്കുന്നു എന്ന് നമ്മൾ ഇങ്ങനെ അന്തം വിട്ടുപോകും. ഇത് എൻ്റെ കഥ ഞാൻ പറഞ്ഞുതരാം. ഇവ എന്തോ ബ്യൂട്ടി പാർലറിൽ എന്തോ നിന്ന പയ്യനാണ്, ഹെയർ സ്റ്റൈലിസ്റ്റാണ്. അപ്പോൾ ഇവളുടെ അമ്മ ബ്യൂട്ടി ടിപ്സ് ചോദിക്കാൻ വിളിച്ചു. അത് അതിനെക്കാട്ടിയും വലുത്. പിന്നെ ഇവർ തമ്മിൽ അങ്ങ് ചാറ്റായി. എവളുടെ അടുത്താണ് അവൻ പല ടിപ്സും പറയുന്നത്. അങ്ങനെ ചാറ്റും ഇതൊക്കെയായി ഇവർ 18-18 വയസ്സിൽ ഒളിച്ചോടി ഗൈസ്. അവസാനം അത് സംഭവിച്ചു ഗൈസ്. എനിക്ക് മനസ്സിലാവാത്തത് ഈ ഇന്റർവ്യൂവിൽ മസ്താനി ചോദിക്കുന്നുണ്ട് ഇതിന് മുന്നേ അഫെയർ ഉണ്ടോ? ഇഷ്ടം പോലെ. ഇതെന്തുവാടെ 28 തൊട്ട് തുടങ്ങിയതാണെന്ന് തോന്നുന്നു. തൊട്ടിൽ കിടന്നപ്പോൾ തൊട്ട് അവൾക്ക് ഇതുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയൊരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രക്ഷിതാക്കൾക്കൊക്കെ ഇവരെ പേടിയാണ്. ഇതൊക്കെ കഞ്ചാവാണ്, കണ്ടാൽ തന്നെ അറിയാൻ കഞ്ചാവാണ് എന്നുള്ളത്. എന്നിട്ടാണ് ആ രേണു സുധീരെ മകൻ അവന്റെ ബുദ്ധിമുട്ട് പറഞ്ഞപ്പോൾ അവനെ കഞ്ചാവാക്കുവെന്ന് അവരെ ഇത് കമന്റ്സ് ഇട്ടവർക്കൊന്നും ഇവരെ പറ്റി പറയേണ്ടത് ഒന്നുമില്ലേ? ഞങ്ങൾ ആ വീഡിയോ എടുത്തു വെച്ച് റിയാക്ട് ചെയ്ത വേറെ വീഡിയോ ഇല്ലേ? നിങ്ങൾക്ക് വേറെ വീഡിയോ കാണിക്കാനില്ലേ? രേണു സുധി മാത്രമേ ഉള്ളൂ. രേണു സുധിയുടെ കാര്യങ്ങൾക്ക് പറഞ്ഞ കിച്ചു കഞ്ചാവാണ് എന്നൊക്കെ പറഞ്ഞ അമ്മച്ചിമാരെ എവിടെ? വന്ന് ഇവിടെ അണിനിരക്കൂ, ഇവർക്കും കൂടി പറയൂ. ഞാൻ ഇവരുടെ ഫോളോവേഴ്സ് ഒന്നും അല്ല കേട്ടോ. ഞാൻ ഈ മസ്താനിയിലേക്ക് ഇന്റർവ്യൂ കാണും. മസ്താനിയൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെ വരുമ്പോഴാണ് കാണുന്നത്. പിന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് നമുക്ക് അറിയണ്ടേ, അതിനെ കാണുന്നത്. 2 ദിവസം മുമ്പ് ഈ ബ്രേക്കപ്പ് കഥയായിട്ട് വന്നപ്പോൾ ഇവക്കൊക്കെ എന്ത് വട്ടാ? സമൂഹ മാധ്യമത്തിൽ കൊണ്ടിട്ട് ഒരു ജീവിതം അല്ലാത്ത ജീവിതം. ഈ ഫാമിലി വ്ളോഗേഴ്സ് പോലും അവരുടെ ബെഡ്റൂമിൽ അവരുടെ ബാത്റൂമിലെ കാര്യങ്ങൾ വരെ കൊണ്ടിട്ടിട്ട് അവസാനം വല്ല പ്രശ്നമായാൽ പറയും നിങ്ങൾ എന്തിനാ ഞങ്ങളെ വീട്ടിൻ്റെ അകത്ത് കയറി നോക്കണമെന്ന്. അവരെ ബാത്റൂമിലും അവരെ ബെഡ്റൂമിലും ഉള്ള സാധനങ്ങൾ വരെ അവരാണ് കാണിച്ചു തരുന്നത്. അതേപോലെ ഇവരൊക്കെ വന്നിട്ട് നിങ്ങൾ തീരുമാനിക്കൂ ഗൈസ് എന്നും പറഞ്ഞ് കുറേ ഒരു കാര്യങ്ങൾ. ഇനി ഇവരെ പറ്റി പറയുമ്പം ഇവരെ മാത്രമല്ല വേറെ 2 വ്യക്തികളെയും കൂടെ എനിക്ക് അനുസ്മരിച്ചേ പറ്റുള്ളൂ. അവരെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട്. ആ വണ്ടി വരുന്നുണ്ട്. ഇവക്കോ എനിക്കോ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ കാരണം എന്താണെന്നെങ്കിലും നിങ്ങൾ അറിയണ്ടേ ഗൈസ്. നമസ്കാരം. ഒരാളില്ലാത്തൊരു സേഫായിട്ടുള്ളൊരു സ്ഥലമാണ് ഇത്. റൂമിൽ ലാസ്റ്റ് അവിടെ ഉറങ്ങി. അവിടെ ഉണ്ട് റൂമിൽ ലാസ്റ്റ് ഉണ്ടായിരുന്നല്ലോ, ലാസ്റ്റ് ദിവസം. അന്ന് എൻ്റെ ഒരു കത്തി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ കത്തി ഞാൻ കാണിക്കാവേ. ആ കത്തി ഒരു മിനിറ്റ്. ഇതാണ് സാധനം. ഇത് ജസ്റ്റ് സേഫ്റ്റിക്ക് ഞാൻ കൊണ്ടു നടക്കുന്നതാണ് കേട്ടോ. അതേപോലെ തോക്കും. ഒരു മിനിറ്റ്. ഇതാണ് സ്ഥലം. സ്ഥലത്തിൻ്റെ പേരൊന്നും എടുത്ത് പറയുന്നില്ല. അവിടെ ഒരു ഫോറസ്റ്റ് ഓഫീസ് ഉണ്ട്. ഇത് ഇവിടെ അല്ല, കുറച്ചങ്ങ് പോകണം. അപ്പോൾ എന്തായാലും ഇന്നെനിക്ക് ഉറക്കമൊന്നുമില്ല. അപ്പോൾ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തത് എന്തോ ഒരു സൗണ്ട് അവിടെ നിന്ന് കേട്ടു. ഈ ഒരു ഫാമിലി എന്തോ സൈക്കോ കപ്പിൾസാ, സൈക്കോ കള്ളൻ. കറക്റ്റ് പേരാണ് ഇവരൊക്കെ ഇട്ടേക്കുന്നത്, സൈക്കോ കള്ളൻ. എന്തായാലും ഇവൻ പറയണത് എവക്ക് അവന് സംഭവിച്ചാൽ നിങ്ങളെ അറിയണ്ടേ? നമ്മളറിയണ്ട, നിന്റെ വീട്ടുകാർക്ക് പോലും അറിയണ്ട. പിന്നെ എന്തിനിടെ നാട്ടിൽ കിടക്കണവർക്ക് അറിയണം, അമ്മക്കറിയണ്ട. പിന്നെ ഞാൻ സേഫ്റ്റിക്ക് വേണ്ടി കാണിച്ചു തരുന്ന സാധനങ്ങൾ കണ്ടോ? കത്തി, തോക്ക്, ഇതൊക്കെ എന്തുവാടേ? ആ കൊച്ചിന്റെ വീട്ടുകാരിത് കാണുവാണ്. അതിനൊന്നും യാതൊരു ഇതിനെക്കുറിച്ച് ഒന്നും സോഷ്യൽ മീഡിയയിൽ ആരും പറയത്തില്ല. ഇനി ഇവർക്ക് തന്നെ സപ്പോർട്ട്. മക്കളെ ഇനിയെങ്കിലും നേരെ ജീവിക്കൂ, അവളെ രക്ഷിക്കൂ,
നീയും അവനും നല്ലതായിട്ട് വരൂ എന്നും പറഞ്ഞു വരും. ഇനി ഞാൻ ഇതേ പാത പിന്തുടരുന്ന വേറൊരാളിനെയും കൂടെ കാണിച്ചു തരാം. ഇനി ശരിക്കും സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും ഉറപ്പാണോ? ഉറപ്പുണ്ട്. എന്താ ആഗ്രഹം? അങ്ങനെ വെച്ചാൽ ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂല് ഡോക്ടറാണെന്ന് അത് അപ്പൊ പെട്ടെന്ന് എന്തെങ്കിലും പറയണല്ലോ, അങ്ങനെ പറഞ്ഞ ഞാൻ ഇതുവരെ ഒന്നും അങ്ങനെ പ്ലാൻ ചെയ്തിട്ടില്ല. ഒരു ഫ്യൂച്ചർ പോലും പ്ലാൻ ചെയ്യേണ്ട കല്യാണം കഴിക്കാൻ നടക്കണം. പ്ലസ് ടു കഴിയുമ്പോ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യും. എന്ന് വെച്ചാൽ പ്ലാൻ ചെയ്ത് അങ്ങനെ നിക്കത്തില്ല, ഓരോ വട്ടം ഓരോരോ അംബിഷൻസും വെച്ചോണ്ടാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പൊ ഇതേപോലെ നാളെ മനസ്സ് മാറിയാലോ? ഇവന്റെ കാര്യത്തിൽ മാറത്തില്ല. അത് ഉറപ്പാ. ടെൻഷൻ ഉണ്ടോ? ഇല്ല, എനിക്ക് ടെൻഷൻ. ഇത്ര നാള് എന്നോട് സ്ട്രോങ് ആയിട്ട് ടെൻഷൻ ഒന്നുമില്ല, അങ്ങനൊന്നുമില്ല. കണ്ട മസ്താനി ചോദിച്ചത് അടിപൊളി ക്വസ്റ്റ്യൻ. എന്താണ് ഇവനില് തോന്നത്തില്ലേന്ന്? ഇല്ല. കാരണം അത് തോന്നുന്ന വീട്ടിൽ കയറി ചെല്ലാൻ പറ്റത്തില്ലല്ലോ. ഞാൻ ഇനി പൊതുവായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. അതിനാ വന്നത്. ആ കുട്ടികളെ ആയിരുന്നാലും ആ നടുക്ക് കാണിച്ച ആ പയ്യനെ ആയിരുന്നാലും ഇതൊക്കെ ആയിരുന്നാലും ഇവരെല്ലാവർക്കും ഒരേ ഉത്തരവാണുള്ളത്. നിങ്ങളെ രക്ഷിതാക്കളെ ഓർക്കണ്ട. അവരെയൊക്കെ ഓർക്കാത്തതുകൊണ്ടാണല്ലോ നിങ്ങൾ കല്യാണം കഴിച്ചത്. നിങ്ങൾക്ക് ഭാവിയിൽ ജനിച്ച കുട്ടി ഓർക്കണം. അവർക്ക് നാണക്കേടെന്നൊന്നും പറയണ്ടല്ല, അവരും ഇതേ പാത സ്വീകരിക്കും. അന്ന് നിങ്ങൾക്ക് നാണക്കേട് തോന്നും. നിങ്ങൾക്ക് ഒരു വാക്ക് പോലും പറഞ്ഞ് തിരുത്താനുള്ള ഒരു തരത്തിലുള്ള ഇത് നിങ്ങൾക്കില്ല. നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് കളിക്കുമ്പോൾ ഇവരെയൊക്കെ ഫോളോ ചെയ്യുന്ന കുറേ എണ്ണങ്ങളുണ്ട്. അവർക്കൊക്കെ എന്താണെന്ന് വെച്ചാൽ വേറെ നല്ല നല്ല കണ്ടന്റ് ഇട്ടാൽ വേണ്ട, വന്ന് തെറിവിളിയാ. ഇവരെയൊക്കെ ഇതിടുമ്പോൾ കാണാനുള്ള ഒരു ആക്രാന്തം ഇവർക്കും അതാണ്. കാരണം വീട്ടുകാരെ പുച്ഛിച്ച് വീട്ടുകാരെ ഇത് നോക്കാതെ വന്ന് കല്യാണം കഴിക്കുമ്പോൾ ഇവർക്ക് കുറേ ഇന്റർവ്യൂ കിട്ടും. ഇന്റർവ്യൂ കിട്ടുമ്പോൾ തന്നെ എന്തിനാണ്? ഫെയിമാണ്. ഫെയിമായി കഴിയുമ്പോൾ വീട്ടുകാർ കണ്ട നിങ്ങളൊക്കെ പ്രശസ്തമാണോ, ഞങ്ങൾ കണ്ട പ്രശസ്തമാണെന്നും പറഞ്ഞ് അങ്ങോട്ട് ജീവിക്കും. വെറും ഒരു മായാലോകത്തിൽ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ ജീവിക്കും. ഇത് കഴിഞ്ഞ് വീട്ടുകാർ പറയും ജോലിക്ക് പോവാൻ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഇതൊക്കെ കുറെ ബാധ്യതയാണെന്ന് തോന്നുമ്പോൾ ജോലിക്ക് പോയി തുടങ്ങാൻ നേരത്താണ് ഇവർക്കൊക്കെ ഈ ഒരു പണി വരുന്നത്. ആദ്യത്തെ കൊച്ചു പറഞ്ഞില്ലേ, പണിക്കൊന്നും പോകണ്ട, വല്ല അത്യാവശ്യം വന്നാൽ എൻ്റെ അമ്മേരെന്ന് ഞാൻ കാശ് വാങ്ങിക്കാന്ന്. ആ മണോണാഞ്ചൻ അവിടെ ഇരുന്ന് ചിരിക്കുന്നു. പിന്നെ എന്തിനാണ് കല്യാണം കഴിച്ചത്? പിന്നെ എന്ത് തേങ്ങയ്ക്ക് കല്യാണം കഴിച്ചത്? ഇവരെയൊക്കെയാണ് ഇൻസ്പയർഡ് ചെയ്ത് ഒരുപാട് പേര് വരുന്നത്. ഇപ്പൊ 3 പേര് വന്നില്ലേ, ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻസ്പയർഡ് ആയി വന്നത് തന്നെയാണ്. ഇവരൊക്കെ ഇൻസ്പയർഡ് ആവും എന്ന് പറയുമ്പോഴാണ് ആൾക്കാർ വന്നിട്ട് നിനക്ക് വേറെ ജോലിയില്ലേ എന്ന്. കാരണം എനിക്കൊരു മകനുണ്ട്, എൻ്റെ ഫാമിലിയിൽ ഒക്കെ കല്യാണ പ്രായമെത്തി നിൽക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ട്. വേറെ 10ല് +1 +2 പഠിക്കുന്ന കുട്ടികൾ, വളരെ തീരെ കുട്ടികളുണ്ട്. അപ്പം നമ്മൾ ഇതിനെക്കുറിച്ച് പേടിക്കുന്നതെന്ന് ഒരു നിമിഷം മതി. കാരണം എല്ലാവരുടെയും ഇപ്പോഴത്തെ ഇതെന്താണ്? പൈസ എന്ന് പറയുന്നത്. ഇപ്പൊ സെലിബ്രിറ്റി ആകാൻ വളരെ ചുരുങ്ങിയ സമയം മതി. പണ്ട് സെലിബ്രിറ്റി ഒക്കെ ആവാനായിട്ട് നമുക്ക് കുറേ ദൂരം നമ്മൾ സഞ്ചരിക്കണം. ഇപ്പൊ സെലിബ്രിറ്റി ആവാനാണ് പെട്ടെന്ന്. അതും പോസിറ്റീവായിട്ടുള്ള സെലിബ്രിറ്റി ആവാൻ കുറച്ച് വെള്ളം കുടിക്കണം. ഒരു നെഗറ്റീവ്. ഇപ്പം ആദ്യം കാണിച്ച പെൺകുട്ടി ഒരു കടയിൽ പോയി, എടാ ഇതെന്തോ നാടാ, ഈ വെള്ളം എനിക്ക് തരോടാന്ന് നോക്കിയപ്പോ വാവേ ഈ വെള്ളം കുടിക്കല്ലേ എന്ന് പറയുമ്പോ ആ പെൺകൊച്ചിന്റെ നാട് നോക്കി ആ പയ്യൻ ചവിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ കണ്ടന്റ് ഇടുമ്പോ പെട്ടെന്ന് സെലിബ്രിറ്റി ആവാൻ പറ്റും. ഈ കാറിൽ കത്തി വെച്ച് കാണിച്ച ആളായാലും ഈ ആദ്യം വന്ന് നിന്ന പെൺകുട്ടി ആയാലും ഒക്കെ പറയുന്നുണ്ട്, പാലക്കാട് നിന്ന് എന്നെ ഒറ്റയ്ക്ക് വണ്ടി കയറ്റി വിട്ടു. ഈ കത്തിയൊക്കെ കയ്യിലിരിക്കുമ്പോൾ അവരുടെ രക്ഷകർത്താക്കളെ എന്തുമാത്രം പേടിക്കും. ഇതിൽ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് പെൺകുട്ടികളുടെ പാരൻസ് ആണ്. ഇവരൊക്കെ കാണിക്കണം എന്തിനാണെന്ന് അറിയാമോ? പെൺകുട്ടികളെ വീട്ടിൽ കയറ്റുമെന്നറിയാം. ഒന്ന് പ്രഗ്നന്റും കൂടെ ആയാൽ പിന്നെ പെട്ടെന്ന് കയറ്റും. അതങ്ങനെയാണ് പെൺകുട്ടികളുടെ അമ്മ. അവർ പെട്ടെന്ന് ആ പെൺകുട്ടി കല്യാണത്തിന് മുന്നേ വരെ ആ മകള്, കല്യാണത്തിന് ശേഷം അമ്മയും പെൺകുട്ടികളും തമ്മിലുള്ള ബന്ധം ഭയങ്കര ഈ ഫ്രണ്ട്സിനെ പോലെയാണ്. അതങ്ങനെയാണ്. ഇപ്പൊ എന്റെയൊക്കെ വീട്ടിൽ കല്യാണത്തിന് മുമ്പ് എൻ്റെ അമ്മയും അച്ഛനൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. എൻ്റെ കല്യാണത്തിനൊക്കെ ശേഷം ഞാനും എൻ്റെ അമ്മയൊക്കെ ഒരു ഫ്രണ്ട്ലി ടൈപ്പാണ്. അപ്പൊ അവര് പെട്ടെന്ന് അവരെ പോലെ ചിന്തിക്കും, അയ്യോ പ്രഗ്നന്റ് ആയി ഇനി കേറ്റണ്ടേ. അതൊക്കെ ഇവക്കൊക്കെ അറിയാം, യവനൊക്കെ അറിയാം. ഒരു കുറ്റിക്കാട്ടിൽ കൊണ്ടുവന്ന് തോക്ക് കയ്യിലുണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ ലൈസൻസ് ഉണ്ടോ നമ്മളെ നാട്ടിൽ അതൊക്കെ വെക്കാൻ? ഈ ലാസ്റ്റ് കാണിച്ച ഈ എന്തോന്ന് പൂജ അമ്മലോ, അവരുടെ ഒരു വ്ളോഗ് ഞാൻ കണ്ടത് ഭയങ്കര വിവാദമായതുകൊണ്ടാണ് ഞാൻ കണ്ടത്. ഏതെന്നറിയാമോ? ഒരു കുറ്റിക്കാട്ടിൽ കൊണ്ടുപോകുന്നത് ഏതോ ഒരു പാറയുടെ മണ്ടയില്. ആ നാട്ടുകാർ വന്ന് കമന്റ് ഇട്ടു, അത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണെന്ന്. കാണിച്ചെന്താണെന്നറിയാമോ ഗൈസ്? ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് കാണിച്ചു തരാം. ഞങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവായിരുന്നു. പോലീസ് അവിടെ വെച്ചിട്ടാണ് നമ്മളെ പൊക്കിയത്. ആ സ്ഥലം അറിഞ്ഞാത്ത എത്രയോ പേർക്ക് ആ സ്ഥലം പിടികിട്ടും. എത്രയോ പ്രണയിക്കുന്ന പയ്യന്മാരും ആ കുട്ടികളും ഒക്കെ അവിടെ ഇനി പോവും. അവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ആര് പറയും? ഇതൊക്കെയാണ് സമൂഹത്തിന് കൊടുക്കുന്ന എന്താണ്
സന്ദേശം, വാക്കുകൾ തന്നെ കിട്ടണില്ല, സന്ദേശം. ഇവരെയൊക്കെ വാഴ്ത്തി പാടാനും പുകഴ്ത്താനും ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. ഈ ആദ്യത്തെ കുട്ടി ഇത് എപ്പിസോഡ് പോകും, അവൻ പാർട്ട് 1 എന്നും പറഞ്ഞേ ഇട്ടിരിക്കുന്നേ. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3. ഒന്ന് പഠിക്കേണ്ട പ്രായത്തിൽ പഠിക്കണം. ഇതൊക്കെ പറയാനായിട്ടില്ല, എനിക്ക് പഠിക്കാനും താല്പര്യമില്ല. അപ്പോഴപ്പോഴും ആഗ്രഹം മാറും. ആ പെങ്കൊച്ചും പറഞ്ഞു പഠിക്കാൻ താല്പര്യമില്ല. പഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഓരോരോ ചെറിയ ജോലികൾക്ക് പോവുക. ആ ജോലികൾക്ക് പോയി ആ ജോലി ഒരു സ്ഥിരമാണെന്ന് അറിയുമ്പോൾ കല്യാണം കഴിക്കുക. ഇനി നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ബ്രേക്കപ്പോ ജീവിതത്തിൽ വല്ല ബുദ്ധിമുട്ടുള്ള കാര്യം വരുവാണെങ്കിൽ ആ കാര്യത്തിനെ തരണം ചെയ്തിട്ട് വന്നിട്ട് വീഡിയോ ഇടുക. അതാണ് ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ. ഇപ്പൊ ഈ കുട്ടിക്ക് വേണമെങ്കിൽ പറയാം, ഞങ്ങൾ ഇങ്ങനെയായിരുന്നു, പക്ഷെ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലെ ഒരുപാട് അനുഭവങ്ങളും ഞങ്ങൾ ഇന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ എടുത്ത് ഞങ്ങൾ നല്ല വഴിയിൽ കൂടി സഞ്ചരിച്ചു എന്ന് പറഞ്ഞാൽ നല്ലതാണ്. അതൊന്നും കാണിക്കൂല. ഈ കൊടുങ്കാട്ടിലിരിക്കുമ്പോൾ ആ കുട്ടികളെ വീട്ടുകാർ കാണുന്നതല്ലേ. ആ ആദ്യത്തെ കുട്ടി പറഞ്ഞു എന്നെ പോലീസാണ് ബസ് കയറ്റി വിടുന്നത്. ആ പെൺകുട്ടിയുടെ അമ്മയ്ക്ക് എന്തുമാത്രം വിഷമമായിരിക്കും. പിന്നെ അമ്മ കൂടെ പൈസ കൊടുക്കും. ആ അമ്മയ്ക്ക് എന്ത് ഇതാണെന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ എൻ്റെ കമന്റ് ബോക്സിൽ ഒരു ചേച്ചി വന്ന് പറഞ്ഞു, കിച്ചുവിനെ പേടിയാണ് രേണു സുധിക്ക്, അതുകൊണ്ട് മക്കളെ പേടിച്ച് നടക്കുന്ന അമ്മമാർക്ക് ഇത്രയൊക്കെ പറയാൻ പറ്റൂ. അപ്പം എന്താണ് കുട്ടികളെ പേടിക്കുന്ന പാരൻസിനെ കുറിച്ച് ഒരു വീഡിയോ ഇടാവോന്ന്. ചേച്ചി കണ്ടോ, ഇതാണ് ആ വീഡിയോ. ഇവരെയൊക്കെയാണ് പാരൻസിന് പേടി. കാര്യം ഇവരെല്ലാവരും കഞ്ചാവാണ്. ഇതിലുള്ള എല്ലാ പിള്ളേരും, ഇതിലുള്ള ഓരോ എണ്ണത്തിനെ കണ്ടാലും കഞ്ചാവാണെന്നേ തോന്നുള്ളൂ. വല്ലതൊക്കെ വലിച്ചു കയറ്റി നടക്കത്തിൽ ഓരോരുത്തരും വെളിപ്പെടുത്തുന്നത് വരെ ഉണ്ട് കഞ്ചാവാണെന്ന്. ഒരുത്തന്റെ കയ്യിൽ തോക്കും പിച്ചാത്തി. പാരൻസിന് പേടി കാണോ? വല്ലതും വച്ച് പാരൻസ് ആണെന്നൊന്നും നോക്കൂല. വെച്ച് കുത്തി കയറ്റി കൊടുത്താൽ എന്താവും? വേറെ ഒന്നാണെങ്കിൽ എനിക്ക് പഠിക്കാൻ പോവാൻ താല്പര്യമില്ല ഗൈസ്, അവനാണെങ്കിൽ ഇരുന്ന് ചിരിക്കണം. ആദ്യത്തെ വീഡിയോയിൽ എന്താ ഇപ്പൊ CA ആവണോന്ന് പറഞ്ഞപ്പോ താങ്ങുന്നു. അപ്പം എന്താണ്, പാരൻസിന് പേടിയാണ്. നമ്മൾ കയറ്റിയില്ലെങ്കിൽ ഇനി ആ പെൺകുട്ടി വല്ലതും ചെയ്താലോ, അതും കൂടി എൻ്റെ മകന്റെ തലയിലാവുമല്ലോ. ഇനി പെൺകുട്ടികളുടെ വീട്ടുകാരാണെങ്കിൽ ഇറങ്ങിപ്പോ എന്ന് ദേഷ്യത്തിൽ പറഞ്ഞാലും നെഞ്ചുരുകിയായിരിക്കും ഇരിക്കുന്നത്. അതുകൊണ്ട് ചേച്ചി എൻ്റെ കമന്റ് ബോക്സിൽ വന്ന് ഈ പാരൻസ് മക്കളെ പേടിക്കുന്ന എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഇടാൻ പറഞ്ഞില്ലേ, ചേച്ചിക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യാണ്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾ കാണണം. രേണുസുധിയുടെ വീഡിയോ പോലെ തന്നെ ഇതും കാണണം കേട്ടോ. അപ്പൊ ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ കമന്റ് ബോക്സിൽ ഒന്ന് പറയേണ്ടതാണ്. അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ നമസ്കാരം.